നടക്കാൻ പറ്റില്ല. ഇവിടെ ശിഷ്യന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് യേശു പറഞ്ഞതൊന്നും അനുസരിക്കാതെ നടക്കുന്നുവെങ്കിൽ, കൽപ്പിച്ചത് പ്രമാണിക്കാതിരുന്നെങ്കിൽ യേശുവിനെ കുറിച്ച് പറയാനും പറ്റില്ല. യേശുവിനോട് സന്തോഷം എന്താണെന്ന് അനുഭവിക്കാനും പറ്റില്ല. പേരിന് അങ്ങനെയുള്ളവരുമുണ്ട്. സ്വതം യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ യേശു കൽപ്പിച്ചത് പ്രമാണിച്ചുകൊണ്ട് നടക്കണം. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ ശിഷ്യൻ എന്ന പദവിയിലേക്ക് വീണ്ടും നിങ്ങളെ വിളിക്കുകയാണ്. വരികയില്ലേ? ഒരു ശിഷ്യനായി തീരുവാൻ ആഗ്രഹമില്ലേ? യേശുവിന്റെ ശിഷ്യൻ, ഹല്ലേലൂയ. അതൊരു പദവിയാണ് പ്രിയരെ. യേശുവിന്റെ ശിഷ്യനായി തീരുക എന്നുള്ളത്, യേശുവിന്റെ മകനായി തീരുക എന്നുള്ളത് ഒരു പദവിയാണ്, ഒരു വലിയ പദവി. സ്തോത്രം. നിങ്ങൾ ഇവിടുത്തെ പ്രഗത്ഭരായ വ്യക്തികളുടെ ശിഷ്യന്മാരായിക്കൊള്ളൂ. ആര് എത്ര വലിയ പ്രഗത്ഭരാണെങ്കിലും അവരുടെ ശിഷ്യന്മാരായി തീർന്നാൽ അത് ഇവിടം കൊണ്ട് തീരും. പക്ഷെ യേശുവിന്റെ ശിഷ്യത്വം ഇവിടം കൊണ്ട് തീരുന്നതല്ല. യേശുവിന്റെ ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ചേ, ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് തരും അല്ലേ? നമ്മളെയും ചോദിക്കും അല്ലേ? ആശാനെ കുറെ നാളായില്ല ഞാൻ ആശാന്റെ കൂടെ നടക്കണം. ആശാന്റെ കൂടെ നടന്നിട്ട് ആശാനെ അവസാനം എനിക്ക് വല്ലതും ഉണ്ടാകൂ? ആശാൻ എന്തെങ്കിലും തരുമോ എനിക്ക്? ആശാന്റെ വേദനം കൂട്ടുമോ എന്നൊക്കെ നമ്മളും ചോദിക്കും അല്ലെ? കുറെ നാൾ ആശാന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആശാനോട് തന്നെ ചോദിക്കാം. ആശാൻ പറയും, എടാ മകനെ തരാടാ എന്നൊക്കെ പറയും. അപ്പൊ ഇതുപോലെ യേശുവിന്റെ കൂടെ നടന്നാണ് ശിഷ്യന്മാര്. അപ്പൊ ശിഷ്യന്മാരിങ്ങനെ നടന്നപ്പോൾ ശിഷ്യന്മാര് കുറെ ഇങ്ങനെ കഴിഞ്ഞപ്പോ ചോദിച്ചു യേശുവിനോട്, യേശുവേ, ഞങ്ങളെ എല്ലാം വിട്ടിട്ടാണ് നിന്നെ അനുഗമിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചു. സ്വാഭാവികമായൊരു ചോദ്യമാണല്ലേ? സ്തോത്രം. നമുക്കറിയാം, ഒരു ജോലിക്ക് ഒരാൾ വിളിച്ച് നമ്മളെന്ത് തരും?